ഇന്ന് ജാനൂട്ടിന്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇവളുടെ ഹെയർ കട്ട് ചെയ്തിട്ട് കുറേ നാളായേ. റീസൺ വേറെ ഒന്നും അല്ല, എപ്പോഴും ജാനുവിന്റെ ഹെയർ കട്ട് ചെയ്യുന്ന ആൾ നാട്ടിൽ പോയിരിക്കാനോട്ടോ. പോയിട്ട് ഏകദേശം 2-3 മാസമായി, ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇനി വെച്ചിട്ടിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഇന്ന് ഹെയർ കട്ടിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ആദ്യം പോയി 1-2 ഷോപ്പിൽ അവർ പറഞ്ഞു ഇത്ര കുട്ടി ഹെയർ ആയതുകൊണ്ട് അവർക്ക് കട്ട് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് ഇല്ല എന്ന്. അങ്ങനെ നല്ല വെയിലും ചൂടും ഉണ്ടായിരുന്നു കേട്ടോ പുറത്ത്. താണ്ട പോകുന്ന വഴിയിൽ ഇതുപോലെ ഡേറ്റ്സ് ഒക്കെ പിടിച്ചിരിക്കുന്ന കാണാവേ. ഇത് കാണുമ്പോൾ എനിക്ക് നാട്ടിൽ കണ്ണിമാങ്ങ പിടിച്ച് നിൽക്കുന്നതാണ് കേട്ടോ ഓർമ്മ വരുന്നത്. എന്തായാലും നമ്മൾ തപ്പി വേറൊരു പാർലറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ കട്ട് ചെയ്യാൻ പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞേ. ഇനി അടുത്ത പ്രശ്നം ഏത് കട്ട് ചെയ്യുമെന്ന് എനിക്കാണെങ്കിൽ വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. എപ്പോഴും ജാനുവിനെ ഏട്ടനാണ് കൊണ്ടുവന്നത്. ഇത് പിന്നെ ലേഡീസിന്റെ പാർലറിലായതുകൊണ്ട് ഏട്ടനെ അകത്തോട്ട് വിട്ടില്ല കേട്ടോ. അപ്പോൾ ഏട്ടൻ എന്നോട് പറഞ്ഞു ശരി നിന്റെ ഐഡിക്ക് വെട്ടിക്കൊള്ളാൻ പറയും. പിന്നെ ഞാനും ആ പുള്ളിക്കാരിയുടെ ആലോചിച്ച് ലാസ്റ്റ് ഹെയർ കട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തത്. ഈ വീഡിയോ കുറേ നാളായി കേട്ടോ എടുത്തു വെച്ചിട്ട്. അതിനുശേഷം എനിക്ക് പനി പിടിച്ച് ആകെപ്പാട് സീൻ കോൺട്രായിരുന്നു കേട്ടോ. സൗണ്ട് ഒക്കെ പോയിട്ട് ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു. ഇപ്പോഴും ഫുള്ളി ഒന്നും ഓക്കെ ആയിട്ടില്ല. എന്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതാണ്ട് നമ്മുടെ ജാനൂട്ടിന്റെ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞ് തന്റെ ഹെയർ സെറ്റ് ചെയ്തിടുവാണേ. ജാനൂട്ടിന് ഇതൊന്നും യാതൊരു പ്രശ്നമില്ല കേട്ടോ. അവളെ എൻജോയ് ചെയ്തിരിക്കും. കാരണം അവൾക്ക് ഇമാതിരി പരിപാടിയൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. കഴിഞ്ഞപ്പോൾ ആള് പറയുകയും ചെയ്തു നമുക്കൊരു ഫേഷ്യൽ കൂടി ചെയ്താലോ അമ്മേന്ന്. ഞാനും ചോദിച്ചതേ ഉള്ളൂ, പക്ഷെ നമ്മൾ ചെയ്തില്ല. ബില്ല് ഏട്ടനെ കാണിച്ചപ്പോൾ ഏട്ടൻ ആദ്യം എന്നോട് ചോദിച്ചത് നീ ഫേഷ്യലും ചെയ്തോ വിനീതെന്ന്. ഏട്ടനെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഈ കുഞ്ഞിത്തലയിൽ 2 മുടി വെട്ടിക്കളയുന്നതിന് ഇത്രയും പൈസ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എല്ലാ ക്ഷീണം മാറ്റാൻ തൊട്ടപ്പുറത്തെ ജ്യൂസ് ഷോപ്പിൽ പോയിട്ട് നമ്മൾ 2 ജ്യൂസ് ഒക്കെ ഓർഡർ കൊടുത്തേ. നേരമായിട്ടും കിട്ടാത്തതുകൊണ്ട് ജാനു വരെ പോയി തട്ടി വിളിക്കുന്നുണ്ട് കേട്ടോ. ഇത് എന്തൊട്ട് സാധനമാന്നുള്ള രീതിയിൽ ഇതാണ്ട് ഷോപ്പിലെ ചേട്ടൻ ജാനുവിന് സാധനവും കൊടുക്കുന്നുണ്ട്. ഷോപ്പിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് കേട്ടോ. കാരണം ഇവിടുത്തെ ലെബനാനി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല ജാനോണ്ടും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പുറത്ത് ഭയങ്കര ചൂടായതുകൊണ്ട് അത് വീട്ടിൽ പോയിട്ട് കഴിക്കാനൊന്നും നിന്നില്ല കേട്ടോ. നമ്മളപ്പോൾ തന്നെ വണ്ടിയിലിരുന്ന് അത് കഴിക്കുകയും ചെയ്തേ. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോയിൽ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി ഒരു വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ ബൈ.